ഹലോ ഗുട്ടൻ ടാഗ്, ഇഷ് ഹൈസെ അമിൽ ഡിറ്റിൽഡ ജോഷി. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജർമ്മൻ വീഡിയോ സീരീസിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. കഴിഞ്ഞ സീരീസിൽ നമ്മൾ പറഞ്ഞത് A1 കുറിച്ചും A1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ടോപ്പിക്സ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് കാണാത്തവർ നമ്മുടെ ചാനൽ കയറി ചെക്ക് ചെയ്യുക, ചാനലിൻ്റെ അകത്തുണ്ടായിരിക്കും. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് A2 കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനാണ്. A2 എന്തൊക്കെ വരും, എന്തൊക്കെയാണ് കൂടുതൽ പഠിക്കാനുള്ളത്, A2 ടോപ്പിക്സ് ഒക്കെ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. A2 ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ A2 ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് വൈല്, ദസ്, വോള്, ടോസ് ടൈം, റിഫ്ലെക്സീവ് വെർബ്സ്, പിന്നെ പ്രെറ്റേരിറ്റം ഉണ്ട്, ഉംസു, ഡാമിറ്റ്, റിലേറ്റീവ് സാറ്റ്സേ, അങ്ങനെ പറയുന്ന ഒത്തിരി ടോപ്പിക്സ് ഒക്കെ നമുക്ക് മിക്കതും ഞാൻ പറഞ്ഞു. ഇത്രയൊക്കെയാണ് നമ്മുടെ A2 ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വയലും ഉംസുവിനെ കുറിച്ചാണ്. രണ്ട് കണക്ടേഴ്സ് ആണ് അവ രണ്ടും. അപ്പോൾ വയൽ എന്താണെന്നും ഉംസു എന്താണെന്നും അതിൻ്റെ കൂടുതൽ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വയലിനെ കുറിച്ചാണ്. വയൽ എന്ന് പറഞ്ഞാൽ ബിക്കോസ് എന്നുള്ളൊരു മീനിങ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇഷ് കൊമ്മേഷ് പേ, ഇഷ് ബിൻ ക്രങ്ക്, ഐ ആം കമ്മിങ് ലേറ്റ്, ഐ ആം സിക്ക്. ഈ രണ്ട് സെന്റൻസിനെ നമ്മൾ വയൽ വെച്ച് ബിക്കോസ്, അതായത് ഐ ആം കമ്മിങ് ലേറ്റ് ബിക്കോസ് ഐ ആം സിക്ക് എന്നാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ സെന്റൻസിൽ എങ്ങനെ വയലിടാം, വയൽ വരുമ്പോൾ ഈ സെന്റൻസിന് വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാൻ പോകുന്നു. ഇഷ് കൊമ്മേഷ് പേ, കോമ ഇട്ടിട്ട് വയൽ ഇഷ് ക്രങ്ക് ബിൻ. കണ്ടോ, വയൽ വന്നപ്പോൾ ആ സെന്റൻസിലെ കോഞ്ചുഗേറ്റഡ് ഫോം ഓഫ് ദി വെർബ് അമ്മൻറ്റയിൽ പോയി. വയൽ വരുമ്പോഴുള്ള റൂളാണ് അവിടുത്തെ കോഞ്ചുഗേഷൻ സംഭവിച്ചിരിക്കുന്ന വെർബ്. ഇവിടെ കോഞ്ചുഗേഷൻ സംഭവിച്ചിരിക്കുന്ന വെർബാണ് ബിന്ന്. സൈൻഡ് കോഞ്ചുഗേറ്റഡ് വെർബാണ് ബിന്ന്. അതിനെയാണ് നമ്മൾ അമ്മൻറ്റയിൽ ഏറ്റവും അവസാനം കൊണ്ട് ഇട്ടിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നമ്മൾ വയൽ വെച്ച് തന്നെ നോക്കുകയാണെങ്കിലോ, ഒരു സെന്റൻസ് ആണ് ഇഷ് ലേർണെ ദോയിഷ്, ഇഷ് മ്യോഷ്ടെ ഇൻ ദോയിഷ്ലാൻഡ് ആർബൈറ്റ്. ഐ ആം ലേണിംഗ് ജർമ്മൻ, ഐ ലൈക്ക് ടു വർക്ക് ഇൻ ദോയിഷ്ലാൻഡ്. ഇത് വയൽ വെച്ച് നമ്മൾ പറയണം. ഐ ആം ലേണിംഗ് ദോയിഷ് ബിക്കോസ് ഐ ലൈക്ക് ടു വർക്ക് ഇൻ ദോയിഷ്ലാൻഡ്. ഇതെങ്ങനെ പറയാം? വയൽ ഇടുവാണെങ്കിലോ ഇഷ് ലേർണെ ദോയിഷ് വൈൽ ഇഷ് ഇൻ ദോയിഷ്ലാൻഡ് ആർബൈറ്റൻ മ്യോഷ്ടെ. അതായത് ഈ സെന്റൻസിൽ മ്യോഷ്ടെ എന്ന് പറഞ്ഞ മൊഡാൽ വെർബാണ് അവിടെ കോഞ്ചുഗേറ്റ് ചെയ്തിരിക്കുന്ന വെർബ്. അതുകൊണ്ട് മ്യോഷ്ടനാണ് നമ്മൾ അമ്മൻറ്റയിൽ കൊണ്ട് ഇടേണ്ടത്. അത് മ്യോഷ്ടൻ എന്നൊന്നും പറഞ്ഞല്ല, എങ്ങനെയാണോ നമ്മളവിടെ കോഞ്ചുഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ അമ്മൻറ്റയിൽ കൊണ്ടിടേണ്ടത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഉംസു ആണ്. ഉംസു എന്ന് പറയുന്നത് ഒരു കണക്ടറിനാണ്. ഉംസു മീൻസ് ഇൻ ഓർഡർ ടു എന്ന മീനിങ് വരുന്നത്. വോസു, വോസു എന്ന് പറഞ്ഞാൽ എന്തിന്. വോസു എന്ന ചോദ്യത്തിന് ഉത്തരവായിരിക്കും എപ്പോഴും ഉംസൂല് വരുന്നത്. വോസു എന്ന് പറഞ്ഞാൽ എന്തിന്, ഉംസു എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. വോസു ആർബൈറ്റഡ് മാൻ, പീപ്പിൾ എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഇനി അതിന്റെ ഉത്തരവായിട്ട് നമ്മൾ ഉംസൂല് പറഞ്ഞാൽ എങ്ങനെ വരും? മാൻ ആർബൈറ്റഡ് ഗൾസു സ്പാർ, മനുഷ്യൻ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. ഇൻ ഓർഡർ ടു എന്നുള്ളൊരു മീനിങ് ഇവിടെ വന്നു. ഉംസുവിന്റെ വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇഷ് ഗേ ഇൻ ദ മാർക്കറ്റ് ആഫൽ സു കൗഫൻ. അവിടെ ആഫൽ സു കൗഫൻ, അതായത് ഇൻ ഓർഡർ ടു. എന്തിനാണ് നിങ്ങൾ മാർക്കറ്റിൽ പോയത്? ഞാൻ ആപ്പിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ പോയത്. കണ്ടില്ലേ, അവിടെ ഇൻ ഓർഡർ ടു എന്നൊരു മീനിങ് വന്നില്ലേ. ഇനി ഈ സെന്റൻസിൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാല് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞ് സുവിന് ശേഷം ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും എപ്പോഴും നമ്മൾ എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുവിന് ശേഷം ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. സോന് ശേഷം വെർബ് മാത്രമേ എഴുതാനും പാടുള്ളൂ. ഇനി ഇത് നമുക്ക് B1 സ്പീക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഈ ഉംസു എന്ന് പറയുന്ന ടോപ്പിക്ക് B1 B2 സ്പീക്കിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. A2 നമുക്ക് ഇത്രയൊക്കെ ടോപ്പിക്സും പിന്നെ മെയിനായിട്ടും പറയുന്നത് ഇതൊക്കെ കണക്ടേഴ്സും ഒക്കെയാണ് നമുക്ക് കാണാനുള്ളത്. സോ ഇന്നത്തെ ജർമ്മൻ സീരീസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത B1 ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ, ചൂസ്.